ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്, അത് മൂന്നെണ്ണത്തിൽ ഡിസ്കഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ കണ്ടൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഷെയർ വാറണ്ടിൻ്റെ മീനിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഒരു കമ്പനിയുടെ വാലിഡ് പ്രൂഫായിട്ട് ഇഷ്യൂ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര ആൾക്കാരുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പഠിച്ചു, നമ്മുടെ ഷെയർ വാറണ്ട് എന്നും പഠിച്ചു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ്. നമ്മൾ പഠിച്ച ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ഷെയർ വാറണ്ടും. ഈ ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറണ്ടും രണ്ടിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറണ്ട് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് ദീസ് ആർ ഇഷ്യൂഡ് ബൈ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി. ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഒരു പബ്ലിക് കമ്പനിക്കും അതുപോലെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഷെയർ വാറണ്ട് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിക്ക് മാത്രമേ എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും കുഴപ്പമില്ല, പക്ഷേ വാറണ്ട് പബ്ലിക്കിന് മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then share certificate, its issue is statutory obligation. Its issue is authorized by the articles of association. അതായത് ഇഷ്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് അത് കമ്പൽസറി ആണ്, അത് നിയമപ്രകാരം നിർബന്ധമുള്ളൊരു കാര്യമാണ് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യണമെന്ന് നിയമപ്രകാരം നിർബന്ധമല്ല. അഥവാ അങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് എന്തിൽ മെൻഷൻ ചെയ്താൽ മതി, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാത്രം മെൻഷൻ ചെയ്താൽ നമ്മുടെ കമ്പനിക്ക് എന്ത് ഇഷ്യൂ ചെയ്യാം, ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഷെയർ സർട്ടിഫിക്കറ്റ് നിയമപ്രകാരമുള്ള കാരണമാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആയതുകൊണ്ട് അത് കമ്പൽസറിയുമാണ്. ഓക്കെ. Then these are issued for fully and partly paid up shares. Share warrants are issued only for fully paid up shares. Share certificate നമുക്കിപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണോ ഫുള്ളി പെയ്ഡ് അപ്പ് ആണോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഒരു ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. പാർട്ട്ലി ആയാലും ശരി ഫുള്ളി ആയാലും ശരി രണ്ടായാലും നമ്മളത് ഇഷ്യൂ ചെയ്തിരിക്കണം. പക്ഷേ ഷെയർ വാറണ്ട് അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺലി ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അവർക്കത് കൊടുക്കാനായിട്ട് പാടില്ല. അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. Then transfer of share certificate requires delivery and execution of a transfer deed, but transfer of share warrant is made only by a mere delivery. നമുക്കിപ്പോൾ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ അവിടെ എന്ത് നിർബന്ധമാണ്, ട്രാൻസ്ഫർ ഡീഡ് നിർബന്ധമാണ്. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഡീഡ് നിർബന്ധമാണ്. എന്തിൻ്റെ ട്രാൻസ്ഫറിന്, ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ട്രാൻസ്ഫറിന്. പക്ഷേ ഷെയർ വാറണ്ടിൻ്റെ ട്രാൻസ്ഫർ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു മിയർ ഡെലിവറി മതി. ഒരാൾക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഒരു ഡെലിവറി മാത്രം മതി. അവിടെ ഡീഡിൻ്റെ നിർബന്ധം ഇല്ല. ഓക്കെ, അതാണ്. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഡീഡ് നിർബന്ധമാണ്, വാറണ്ടിന് ഡീഡ് നിർബന്ധമല്ല. Then stamp duty is payable on transfer of share certificate. No stamp duty is required. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഡീഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, സ്റ്റാമ്പ് ഡ്യൂട്ടി വരും. ഷെയർ വാറണ്ടിൻ്റെ ട്രാൻസ്ഫറിന് പ്രത്യേകിച്ച് ഡീഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നില്ല. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ട്രാൻസ്ഫറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരും. ഷെയർ വാറണ്ടിൻ്റെ ട്രാൻസ്ഫറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരില്ല. ആഫ്റ്റർ ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ദ ഹോൾഡർ ബിക്കം ദി മെമ്പർ ഓഫ് ദി കമ്പനി. ഹോൾഡർ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി കമ്പനി. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വാലിഡ് പ്രൂഫാണ്, ഇയാൾ ഈ കമ്പനിയുടെ മെമ്പർ ആണ് എന്നതിനൊരു വാലിഡ് പ്രൂഫാണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഷെയർ വാറണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ അതിൽ ജസ്റ്റ് ഇയാളുടെ കയ്യിൽ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെന്ന് മാത്രമേ ഇതിൽ മെൻഷൻ ചെയ്തുള്ളൂ. അതൊരു വാലിഡ് പ്രൂഫായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. ഇയാൾ ഇന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണ് എന്ന രീതിയിൽ ഒരു പ്രൂഫ് പോലെ നമുക്കത് കാണിക്കാനായിട്ട് പറ്റില്ല, ഏത് ഷെയർ വാറണ്ട്. പക്ഷേ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ അത് ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് തന്നെയാണ്, അതിനുള്ള പ്രൂഫ് തന്നെയാണ്, നമുക്ക് അതൊരു പ്രൂഫായിട്ട് കാണിക്കാനായിട്ട് പറ്റും. Then dividends are paid to the shareholders as per the details contained in the register of members.
ഡിവിഡൻസ് ആർ പെയ്ഡ് എഗൻസ്റ്റ് ദ കൂപ്പൺസ് അറ്റാച്ച്ഡ് ടു ദി ഷെയർ വാറണ്ട്. എൻ്റെ കയ്യിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ കറസ്പോണ്ടിങ് നെയിം എവിടെ ഉണ്ടാവും, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ആളുടെ പേര് എവിടെ ഉണ്ടാവും, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് പ്രകാരമാണ് നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യുക, ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക. അതേസമയം കമ്പനി ഷെയർ വാറണ്ടാണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചോണം അതിൻ്റെ കൂടെ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ഡിവിഡൻഡ് കൂപ്പൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലായിരിക്കും കമ്പനി പിന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റിനെ ഡിവിഡൻഡ് ഡിക്ലറേഷന് പ്രൂഫായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട് ഉപയോഗിക്കുക രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആണ്. ഷെയർ വാറണ്ടിനെ പ്രൂഫായിട്ട് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡിവിഡൻഡ് കൂപ്പൺസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 7 ഡിഫറൻസ് നമ്മൾ പഠിച്ചു. പബ്ലിക്കിനും പ്രൈവറ്റിനും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം, പബ്ലിക്കിന് മാത്രമേ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ് ഏത് സർട്ടിഫിക്കറ്റ്. വാറണ്ടിനെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്താൽ മതി. ഫുള്ളി പെയ്ഡപ്പിനും പാർട്ട്ലി പെയ്ഡപ്പിനും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിന് മാത്രമേ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ട്രാൻസ്ഫർ ഡീഡ് നിർബന്ധമാണ് സർട്ടിഫിക്കറ്റിന്, നിർബന്ധമല്ല വാറണ്ടിന്. അതുകൊണ്ട് തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരും ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ട്രാൻസ്ഫറിന്. വാറണ്ട് ട്രാൻസ്ഫറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരില്ല. ദെൻ ആളുടെ ഓണർഷിപ്പിന് ഒരു വാലിഡ് പ്രൂഫായിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം, പക്ഷെ അങ്ങനെ ഒരു പ്രൂഫല്ല ഏത് ഷെയർ വാറണ്ട് എന്ന് പറയുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ എന്താണ് ഒരു പ്രൂഫായിട്ട് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആണ്. പക്ഷേ ഷെയർ വാറണ്ട് ആണെങ്കിൽ അതിൻ്റെ ബേസ് അതിനോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് കൂപ്പൺസ് ആണ്. ഇനി കുറച്ചും കൂടി നമുക്ക് അടുത്ത സ്ലൈഡിലാണ്. നെക്സ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മിയർ ഡെലിവറി വെച്ച് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഷെയർ വാറണ്ട് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹോൾഡർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഹാവ് വൈഡർ റൈറ്റ്സ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഹോൾഡർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഹാവ് നോ സച്ച് റൈറ്റ്സ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം എനിക്ക് ആ കമ്പനിയുടെ കുറേ റൈറ്റുകൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഏതാ റൈറ്റ് നമുക്ക് കുറേ പഠിച്ചിട്ടുണ്ട്, വോട്ടിംഗ് റൈറ്റ്, അതുപോലെ ഡയറക്ടർ ആവാനുള്ള റൈറ്റ്, അങ്ങനെയൊക്കെ കുറേ റൈറ്റുകളുണ്ട്. അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം എനിക്ക് കുറേ റൈറ്റുകൾ, അവകാശങ്ങൾ എനിക്ക് ആ കമ്പനിയിൽ കിട്ടും. പക്ഷെ എൻ്റെ കയ്യിലിരിക്കേണ്ട എന്നുള്ളൊരു ഷെയർ വാറണ്ട് ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് റൈറ്റുകളൊന്നും കമ്പനീസ് ആക്ട് പ്രകാരം എനിക്ക് കിട്ടുന്നില്ല. അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ ദീസ് ആർ ഇഷ്യൂഡ് ഒറിജിനലി, ദീസ് കനോട്ട് ബി ഇഷ്യൂഡ് ഒറിജിനലി. നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഒറിജിനൽ ഷെയർ സർട്ടിഫിക്കറ്റ് തന്നെ ആവണം. പക്ഷേ ഷെയർ വാറണ്ട് ആണെങ്കിൽ ഷെയർ ഒറിജിനൽ ആവുന്ന യാതൊരു നിർബന്ധവുമില്ല. അതാണ് ദീസ് ആർ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആർ ഒറിജിനൽ, ഷെയർ വാറണ്ട്സ് ആർ നോട്ട് ഒറിജിനൽ. Approval of the central government is not required. Approval of the central government is required. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. കാരണം അത് നിയമപ്രകാരം നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ വീണ്ടും പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം നിർബന്ധമില്ലാത്ത കാര്യമായതുകൊണ്ട് we need the approval from the central government. Last difference is the share certificates forms share qualification of for directors, does not form share qualification for directors. ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ അത് ഡയറക്ടർ ആവാനായിട്ടുള്ള, നമുക്കറിയാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു മെമ്പർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതേസമയം എൻ്റെ കയ്യിലുള്ളത് ഷെയർ വാറണ്ട് ആണെങ്കിൽ അത് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആയിട്ട്, ക്വാളിഫയിങ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഷെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കയറാൻ പറ്റുന്ന ഒരു ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഷെയർ വാറണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തം 12 ഡിഫറൻസ് ആണുള്ളത്. ഇത് ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. കുറേ റൈറ്റുകൾ ഉണ്ടാവും ഹോൾഡർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റിന്. റൈറ്റുകൾ വളരെ ഒന്നുമില്ല വാറണ്ടിനുള്ള ഹോൾഡർക്ക്. ഒറിജിനലായിട്ട് ഇഷ്യൂ ചെയ്യണം സർട്ടിഫിക്കറ്റ്, വാറണ്ട് ഒറിജിനൽ ആണെന്ന് നിർബന്ധമില്ല. ഗവൺമെൻറ്റിൻ്റെ ഓർഡർ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണ്ട സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ വാറണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ദെൻ ഡയറക്ടർ ആവാനുള്ള ഒരു ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഷെയർ വാറണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ അതോടുകൂടി ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറണ്ടും അതിൻ്റെ മീനിങ്ങും കമ്പാരിറ്റീവ് സ്റ്റഡിയും കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്ക്, നമ്മളിതിൻ്റെ സ്റ്റോക്ക് എന്താണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷെയർസും സ്റ്റോക്കും അതിൻ്റെ രണ്ടിൻ്റെയും മീനിങ്ങും അതുപോലെ രണ്ടിൻ്റെയും കമ്പാരിറ്റീവ് സ്റ്റഡിയും അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിലേറ്റഡ് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് അന്ന് മിസ്സിംഗ് ആയതാണ്. അത് നമുക്ക് ആദ്യം എന്താ നോക്കാം. റൂൾസ് ഫോർ കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. നമുക്ക് ഷെയർസിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. നമ്മൾ മീനിങ് ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ. ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് ഒക്കെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ആ കമ്പനി എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അതിന് ടോട്ടലായിട്ട് ഒരു ബണ്ടിലായിട്ട് വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു സെർട്ടൈൻ പ്രൊവിഷൻസ്. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ഷെയർസിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലീഗൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്. നമ്മുടെ കമ്പനിയിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എത്രയുണ്ട് അത് മാത്രമേ നമുക്ക് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേസമയം നമ്മുടെ കമ്പനിയിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രൊവിഷനായിട്ട് പറയുന്നത്. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്. ദ കൺവേർഷൻ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. അതുപോലെ ഇങ്ങനെ നമ്മുടെ ഷെയറിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആർട്ടിക്കിൾസിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. നമ്മുടെ കമ്പനി ഇങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ആർട്ടിക്കിൾസിൽ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. The shareholders must pass an ordinary resolution for such conversion. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്ത് ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ റിയാലിറ്റി നമ്മുടെ കമ്പനിയുടെ ഷെയർസിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനായിട്ട് ഒരു റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കണം. ദ ഷെയർഹോൾഡേഴ്സ് ഷാൽ സറണ്ടർ ദയർ ഷെയർ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഷെയറിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ തിരിച്ചു കൊണ്ടുവരണം. എന്നാലാണ് നമുക്ക് അതിനൊക്കെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ തിരിച്ച് സബ്മിറ്റ് ചെയ്യണം. Then the company shall file notice of conversion with the registrar stating the details of shares converted into stock within 1 month from the date of conversion. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എവിടെ ഫയൽ ചെയ്യണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്തത് എന്നുള്ള കാര്യം ഒരു മാസത്തിനുള്ളിൽ, ആ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്തിരിക്കണം, അവർ അറിയിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കൊരു ഷെയറിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആർട്ടിക്കിൾസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതിനത് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. ഷെയർ ഹോൾഡേഴ്സൊക്കെ അവരുടെ ഷെയർ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യണം കമ്പനിയിൽ. ദെൻ കൺവേർഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു മാസത്തിനുള്ളിൽ, കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ഷെയർ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ദാറ്റ് ഈസ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 1-2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ലിസ്റ്റിംഗ്? നമ്മളിവിടെ പഠിച്ചു, ലിസ്റ്റ് ചെയ്യണം എന്ന് പഠിച്ചു. ആ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് മീൻസ് ദി ഇൻക്ലൂഷൻ ഓഫ് ഷെയർസ് ഇൻ ദ ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദി പേർപ്പസ് ഓഫ് ട്രേഡിംഗ്. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് രജിസ്റ്റർ ചെയ്യാം. ഇൻക്ലൂഷൻ ഓഫ് ഷെയർസ് ഇൻ ദ ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ പേർപ്പസ് ഓഫ് ട്രേഡിംഗ്. എന്നാലേ നമുക്ക് ഷെയർ ട്രേഡിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. എൻ്റെ കമ്പനിയുടെ ഷെയർസ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റിൽ എൻറോൾമെൻറ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ ആ ഷെയർ ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർ ട്രേഡിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഇൻക്ലൂഷൻ ഓഫ് ഷെയർസ് ഇൻ ദ ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദി പേർപ്പസ് ഓഫ് ട്രേഡിംഗ്.
ഓൺലി ലിസ്റ്റഡ് ഷെയർസ് ആർ അലൗഡ് ടു ബി ട്രേഡഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഓൺലി ലിസ്റ്റഡ് കമ്പനീസ് ആർ അലൗഡ് ടു ബി ട്രേഡഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ദി പബ്ലിക് ഇഷ്യൂ മെയ്ഡ് ത്രൂ പ്രോസ്പെക്ടസ്. അങ്ങനെ ഇങ്ങനെ ലിസ്റ്റിംഗ് നടത്തണം എന്ന് നിർബന്ധമാണ്. നമ്മൾ പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി നടത്തിയിരിക്കണം. The shares are included in the list of trading on payment of a specified listing fee and on satisfaction of the conditions laid down for listing. അങ്ങനെ ലിസ്റ്റിംഗ് നടത്തണമെങ്കിൽ നമ്മൾ അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫീസ് അടയ്ക്കും വേണം. അതുപോലെ അതിൻ്റെ പ്രൊവിഷൻസ്, അതിൻ്റെ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും വേണം. അപ്പോൾ ഫീസ് അടച്ച് അതിൽ പറഞ്ഞിട്ടുള്ള ലീഗൽ മാറ്റേഴ്സ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിസ്റ്റിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഷെയർസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഫോർ ട്രേഡിംഗ് ഓൺ ദി പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫൈഡ് ലിസ്റ്റിംഗ് ഫീ നമ്മൾ അടയ്ക്കണം. അതുപോലെ ഓൺ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കണ്ടീഷൻസ് ലേ ഡൗൺ ഫോർ ലിസ്റ്റിങ്ങിന് ആവശ്യമുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലിസ്റ്റിംഗ് നടത്താനായിട്ട് പറ്റുള്ളൂ. The listed companies must comply with the regulatory provisions issued by SEBI from time to time. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ലിസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അനുസരിച്ചിരിക്കണം. അവർ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയും. അതൊക്കെ കംപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ലിസ്റ്റിംഗ് നടത്തിയാൽ മാത്രം. ലിസ്റ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവരെന്ന് പറഞ്ഞ നിർബന്ധമില്ല അനുസരിക്കണമെന്ന്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ലിസ്റ്റിംഗ് നടത്തണം നിർബന്ധമാണ്. അത് ലിസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ സെബി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരും. They should also bound to submit periodical reports and information to the concerned stock exchange authority. അതുപോലെ അവർ പറയുന്ന പീരിയോഡിക് റിപ്പോർട്ട് ചിലപ്പോൾ 3 മാസമാവാം, ചിലപ്പോൾ 6 മാസമാവാം, ചിലപ്പോൾ 12 മാസത്തിനുള്ളിൽ അത് അവർ പറയും. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷൻ എങ്ങനെയാണോ അവർ പറയുന്ന രീതിയിൽ ആ പീരിയോഡിക് റിപ്പോർട്ട് നമ്മൾ ഒരു വീഴ്ചയും വരുത്താണ്ട് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ലിസ്റ്റിംഗ് നടത്തിയാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ലിസ്റ്റിംഗ് നടത്താണ്ട് നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, പബ്ലിക് ഇഷ്യൂ നടത്താനും പറ്റില്ല. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ നമ്മുടെ പേര് ആഡ് ചെയ്യണമെന്ന് വിളിക്കുന്ന പേരാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് നടത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ലിസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സെബിയുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതാത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പീരിയോഡിക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗ്. ഈ ലിസ്റ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ക്രിയേഷൻ ഓഫ് റെഡി മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഫ്രീ നെഗോഷ്യബിലിറ്റി ഓഫ് സെക്യൂരിറ്റി. നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസിന് റെഡി മാർക്കറ്റബിലിറ്റി കിട്ടണം, അതുപോലെ ലിക്വിഡിറ്റി, അതുപോലെ ഫ്രീ നെഗോഷ്യബിലിറ്റി. ഈ 3 ഫീച്ചേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത്. നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റണം, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഷെയർസിൻ്റെ സെയിൽ നടത്താനായിട്ട് പറ്റണം, അതുപോലെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റണം. ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ലിസ്റ്റിംഗ് നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഒബ്ജക്റ്റീവ് ഒന്നാമതായിട്ട് പറയുന്നത്. നമ്മുടെ സെക്യൂരിറ്റീസിനൊക്കെ ഈ 3 ഫീച്ചേഴ്സ് മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് നെഗോഷ്യബിലിറ്റി അത് ആഡ് ചെയ്യലാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മൊബിലൈസ് സേവിങ്സ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ്, ഇങ്ങനെ പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ കമ്പനിക്ക് വർക്ക് ചെയ്യാനുള്ള ഫണ്ട് കിട്ടും ചെയ്യും, അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ഒരു സോർട്ട് ഓഫ് ഇൻകം ആവും ചെയ്യും. രണ്ടും, കമ്പനിക്കും ബെനിഫിറ്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിനും ബെനിഫിറ്റ് ഉണ്ട്. ലിസ്റ്റിംഗ് നടത്തിയത് കൊണ്ട് സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് അവർ വർക്ക് ചെയ്യുക. ഫണ്ടൊന്നും മിസ്യൂട്ടിലൈസ് ചെയ്യുന്ന സംഭവം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഉണ്ടാവും, എക്കണോമിക് കമ്പനിയിലെ പ്രോഗ്രസ് ഉണ്ടാവും, ആസ് എ റിസൾട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റും ഉണ്ടാവും. അതാണ് പറയുന്നത് മൊബിലൈസ് സേവിങ്സ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പുറത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് സേവിങ്സ് കമ്പനി വാങ്ങിയിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു, ആസ് എ റിസൾട്ട് എക്കണോമിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. ദെൻ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ബൈ എൻഷുവറിങ് ഫുൾ ഡിസ്ക്ലോഷർ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു SEBIയുടെ ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഈ ലിസ്റ്റ് ചെയ്ത കമ്പനീസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്തായാലും മാൾ പ്രാക്ടീസോ മിസ്അപ്രോപ്രിയേഷനോ ഫണ്ടൊന്നും ചെയ്യില്ല, അവർ പ്രോപ്പറായിട്ട് അവരുടെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ പീരിയോഡിക് ആയിട്ട് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും വേണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് പുറത്തുനിന്നുള്ള പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫണ്ട് അവർ മിസ്യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ളൊരു പേടി ഇൻവെസ്റ്റേഴ്സിനും വേണ്ട. അതാണ് പറയുന്നത് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ബൈ എൻഷുറിങ് ഫുൾ ഡിസ്ക്ലോഷർ, എൻഷുർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ട്രേഡിംഗ്. ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ട്രേഡിംഗ്, ഷെയർ ട്രേഡിംഗ് ഒക്കെ ആരുടെ കൺട്രോളിലായിരിക്കും? സെബിയുടെ കൺട്രോളിലായിരിക്കും. അവർക്ക് അവർ പറയുന്ന ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുണ്ടാവും? സെബി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ടൊന്നും അവർ ചെയ്യില്ല. 4 ഒബ്ജക്റ്റീവ്സ് ആണ് മെയിനായിട്ടും ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനുള്ളത്. 3 ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ കമ്പനിയുടെ ഷെയർ ട്രേഡിങ്ങിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ സൂപ്പർവിഷനും അതുപോലെ കൺട്രോളും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ്. ഏതാണ്? അതുപോലെ തന്നെയാണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ ഷെയർസ് ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞതാണ്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റിൽ വിറ്റ് പോകാനായിട്ട് പറ്റും. ക്രിയേറ്റ് ഗുഡ് ഇമേജ് എമംഗ് ദി പബ്ലിക്. നമ്മുടെ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കമ്പനി നല്ലൊരു കമ്പനിയാണ്. പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ലൊരു ഗുഡ് വിൽ അല്ലെങ്കിൽ ഇമേജ് നമുക്ക് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Listed shares are accepted as collateral security for obtaining loans from banks. അതുപോലെ നമ്മുടെ കമ്പനിക്ക് നമുക്ക് എന്തെങ്കിലും ഫണ്ടിന് ആവശ്യം വന്നാൽ അത് നമുക്ക് ഈ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് നമുക്കൊരു കൊളാട്രൽ, ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ലോൺ റേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഒരു ലോണിൻ്റെ ആവശ്യം വന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർസ് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർസ് ആണെങ്കിൽ വേറെ അസറ്റുകളൊന്നും നമുക്ക് പ്ലഡ് ചെയ്യാനില്ലെങ്കിൽ ഈ ഷെയർസ് നമുക്ക് പ്ലഡ് ചെയ്താൽ ബാങ്കുകാർ നമുക്ക് ലോൺ തന്ന് സഹായിക്കും. ലിസ്റ്റഡ് ഷെയർസ് ആർ ആക്സെപ്റ്റഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി ഫോർ ഒബ്റ്റെയിനിങ് ലോൺസ് ഫ്രം ബാങ്ക്സ്. ബെറ്റർ ഗവേണൻസ് ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുണ്ട്? സെബി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു ഹയർ അതോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രോപ്പറായിട്ട് ഗവേണൻസും നടന്നു പോയിക്കോളും. ഫെസിലിറ്റേറ്റ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഗ്രേറ്റർ പബ്ലിക് അക്കൗണ്ടബിലിറ്റി. അതുപോലെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസിനെല്ലാം വൈഡ് കവറേജ് കിട്ടും. അതായത് പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഒരു എൻറ്റയർ മാസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനും അതുപോലെ എൻറ്റയർ മാസിൽ നമുക്ക് അക്കൗണ്ടബിലിറ്റി, നമ്മൾ കടപ്പാടുണ്ടായിരിക്കും. ആ രീതിയിലേ കമ്പനി വർക്ക് ചെയ്യുള്ളൂ. നമുക്കറിയാം മറ്റുള്ളവരുടെ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അവർ നോക്കും. അതാണ് പറയുന്നത് ഫെസിലിറ്റേറ്റ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റി. ഒരു വലിയൊരു പബ്ലിക്കിലേക്ക് ഇത് എത്തിക്കാനും പറ്റും. അതുപോലെ പബ്ലിക്കിന് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഹെൽപ്സ് ടു നോ ദി പെർഫോമൻസ് ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞ പീരിയോഡിക്കായിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിക്കായിട്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ പെർഫോമൻസ് ഇപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പ്രോഗ്രസ് ആണോ അല്ലെങ്കിൽ ഡിപ്രഷൻ ആണോ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും പീരിയോഡിക് റിപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട്. അതാണ് പറയുന്നത് ഹെൽപ്സ് ടു നോ ദി പെർഫോമൻസ് ഓഫ് ദി കമ്പനി. ഗെറ്റ്സ് റെഗുലർ ഇൻഫർമേഷൻ അബൌട്ട് ദി വർത്ത് ഓഫ് ദി കമ്പനി. അതുപോലെ പീരിയോഡിക് റിപ്പോർട്ട് നടത്തുമ്പോൾ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, കഴിഞ്ഞ ഒരു പീരീഡിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ ഈസി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റബിലിറ്റി, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് വിൽക്കാനും വാങ്ങാനും പറ്റും. ഏതാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനികളാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷെയറിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് എ ഫെയർ പ്രൈസ് ഫോർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ ദേ സെൽ ലിസ്റ്റഡ് ഷെയർസ്. അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ ഞാനത് റീസെയിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വില കിട്ടും. അതേസമയം അൺലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ അതിനധികം വിലയൊന്നും കിട്ടില്ല, തീരെ ഡിമാൻഡ് ഉണ്ടാവില്ല. അതേസമയം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടേ നമുക്ക് കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ 99% ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവും. ആ കമ്പനിയുടെ ഷെയർസിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർസ് ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിറ്റ് റീസെയിൽ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ലിസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ബെറ്റർ ഗവേണൻസ് ഉണ്ട്, കമ്പനിയുടെ വർത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടും, പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും, വൈഡ് കവറേജ്, ഒരു വലിയൊരു മാസിനെ നമുക്ക് ഈ ഒരു സർക്കുലേഷൻ എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ എനിക്ക് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് റീസെയിൽ ചെയ്യുമ്പോൾ നല്ല പ്രൈസിന് അവർക്ക് സെയിൽസ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. കോസ്റ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഇൻക്രീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിസ്റ്റിംഗ് നടത്തുമ്പോൾ ഒരു ഫീസ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള കോസ്റ്റ്, പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള കോസ്റ്റ് ഒത്തിരി കൂടും. Listed companies are subjected to the regulatory framework of stock exchange, SEBI, registrar of companies, etc. കമ്പനികൾക്ക് മാൾ പ്രാക്ടീസ് നടത്താനായിട്ട് പറ്റില്ല. കാരണം അവർ ആരുടെ സൂപ്പർവിഷനിലായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അവരുടെയൊക്കെ സൂപ്പർവിഷനിലേ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മാൾ പ്രാക്ടീസസ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല. പീരിയോഡിക് ഫയലിംഗ് ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. നമ്മൾ ലിസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? പീരിയോഡിക് ആയിട്ട് റിപ്പോർട്ടും ഇൻഫർമേഷനും ഒക്കെ സെബിക്ക് സബ്മിറ്റ് ചെയ്യണം. അതൊരു എക്സ്ട്രാ വർക്കായിട്ട് മാറും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ നമ്മൾ നിർബന്ധമായിട്ടും അവർ പറഞ്ഞ പീരീഡിനുള്ളിൽ 3 മാസമായോ 6 മാസമോ 1 വർഷമോ ഏതാണ് അവർ പറഞ്ഞ പീരീഡ് എന്ന് വെച്ചാൽ ആ പീരീഡിനുള്ളിൽ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ വർക്കും കൂടി വരുന്നുണ്ട്. ബ്രിങ് വൈഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ വാല്യൂ ഓഫ് ഷെയർസ്. അതുപോലെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർ വാല്യൂയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. കാരണം നമ്മൾ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ ഒരു സീസണിൽ നമ്മുടെ ഷെയർസിന് നല്ല ഡിമാൻഡ് ഉണ്ടാകും, ചിലപ്പോൾ വളരെ താഴോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഷെയർ വാല്യൂവിൽ ഫ്ലക്ച്വേഷൻസ് വരും. അത് നമുക്ക് റെക്കോർഡ്സും അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ അധികം അങ്ങനെ അക്കൗണ്ട്സ് വർക്ക് വരുന്നില്ല. പക്ഷേ ഇത് ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, വിതിൻ സെക്കൻഡ്സുകൾക്കുള്ളിലായിരിക്കും നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിനുള്ള എക്സ്ട്രാ ഇവിടെ നമ്മുടെ കമ്പനിയിലുള്ള ഓഫീസ് വർക്ക് കുറച്ച് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ബ്രിങ് വൈഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ വാല്യൂ ഓഫ് ഷെയർസ്. There is no guarantee about regular and continuous price quotation of security. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിതിൻ സെക്കൻഡ്സുകൾക്കുള്ളിലായിരിക്കും നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടിയും കുറഞ്ഞും വരിക. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് പ്രൈസ് കോട്ടിംഗ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഒരു പീരീഡ് ഒരു ഡ്യൂറേഷനൊക്കെ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഡ്യൂറേഷനുള്ളിൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ പ്രൈസ് കോട്ട് ചെയ്യുള്ളൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ മാറി കൂടും കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോട്ട് ചെയ്യാനൊന്നും പോവില്ല. ചിലപ്പോൾ 1 മണിക്കൂർ ഗ്യാപ്പിലോ അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഗ്യാപ്പിലോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൈസ് കൊട്ടേഷൻസ് നടത്താനായിട്ട് പറ്റുള്ളൂ. Then the competitors may get financial information. നമ്മൾ പീരിയോഡിക് റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? സെബി അതെന്ത് ചെയ്യും? പബ്ലിസിറ്റി കൊടുക്കും. അത് പുറത്തേക്ക് പബ്ലിക്കായിട്ട് അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ഫിനാൻഷ്യൽ അഫെയർസിനെ കുറിച്ചിട്ടൊരു അവയർനെസ് കിട്ടും. കാരണം കോമ്പറ്റീറ്റേഴ്സ് എന്താ ശ്രദ്ധിക്കുക? അവരെങ്ങനെയാണ് അവരുടെ കമ്പനി പെർഫോം ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ രീതിയിലാണ് പ്രോഫിറ്റ് കിട്ടണമെന്നൊക്കെ അറിയാനായിട്ട് കോമ്പറ്റീറ്റേഴ്സിന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ കമ്പനികൾ ഈ സെബിക്ക് കൊടുക്കുന്ന പീരിയോഡിക് റിപ്പോർട്ട് കൺസോളിഡേറ്റഡ് ചെയ്തിട്ട് അവരത് പബ്ലിക്കിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ഓരോ കമ്പനികളെ കുറിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ആ കോമ്പറ്റീറ്ററെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. കോസ്റ്റ് കൂടുന്നുണ്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, സെബി ഉണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഇവരൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് വരും. അതുപോലെ നമുക്ക് പീരിയോഡിക് ആയിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ആർക്ക് കിട്ടും? പബ്ലിക്കിന് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന് കിട്ടും. അതുപോലെ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂവിലെ ഫ്ലക്ച്വേഷൻസ് വളരെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ പ്രൈസ് കൊട്ടേഷൻ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഇതൊക്കെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.